വൻകുടൽ ക്യാൻസർ അധികമായി 40 വയസ്സിന് മേലുള്ള ആളുകളിലാണ് കണ്ടുവരുന്നത്. ഈ പ്രായത്തിലുള്ളവർക്ക് കുടലിന്റെ ഉൾഭാഗങ്ങളിൽ കുമിളകൾ കാണപ്പെടുന്നു. സത്യത്തിൽ ഈ കുമിളകൾ വളരെയധികം അപകടം പിടിച്ചതാണ്. ഇതിൽ ചിലത് മാത്രമാണ് ക്യാൻസറിന് കാരണമാകുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ചിലർക്ക് കുടലിന്റെ ഭാഗങ്ങളിൽ പുണ്ണുകൾ കാണപ്പെടുന്നു. ഇതിനെ അൾസർ ആണെന്ന് പറയപ്പെടുന്നു. ഇതുള്ളവർക്ക് വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഭക്ഷണകാര്യത്തിൽ കൃത്യനിഷ്ഠയില്ലാത്തവർക്കാണ് അധികമായി വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. പച്ചക്കറികൾ, ചീരകൾ, ശരീരത്തിനു വേണ്ട പോഷകാഹാരങ്ങൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാംസാഹാരങ്ങൾ അധികമായി കഴിക്കുന്നവർക്ക് ഈ വൻകുടൽ ക്യാൻസർ അധികമായി കാണുന്നുവെന്ന് ഈ കാലഘട്ടത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് മൂലം വൻകുടലിൽ പുണ്ണുകളുണ്ടായി ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചുമരുകളിൽ സിനിമാ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് അവര് മൈദ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ സമോസ, ബജ്ജികൾ, കേക്ക്, ബണ്ണ്, പീസ, നൂഡിൽസ് ഇതെല്ലാം കഴിക്കുന്നത് മൂലം ശരീരത്തിന്റെ അവസ്ഥ മോശമാവുന്നു. മദ്യപാനം, പുകവലി കൂടുതലുള്ളവർക്കും ശരീരത്തിൽ പ്രതിരോധമില്ലാത്തവർക്കും അലസരായി ഇരിക്കുന്നവർക്കും ഈ വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അവസാനമായി മറ്റൊരു പോയിന്റ്, വ്യായാമം ചെയ്യാത്തവർ ശരീരം അനങ്ങാതെ ഒരിടത്തിരിക്കുന്ന കാരണം കൊണ്ടും വൻകുടൽ ക്യാൻസർ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. തെറ്റായ ജീവിതശൈലി മൂലവും ഈ വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വൻകുടൽ ക്യാൻസറിനുള്ള ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ വൻകുടൽ ക്യാൻസറിനുള്ള പ്രധാന പ്രശ്നം എന്തെന്നാൽ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പൈൽസ്, സൈനസ് പോലുള്ള രോഗമുള്ളവർക്ക് ഈ ക്യാൻസർ കോശങ്ങൾ അടുത്തുള്ളതുകൊണ്ട് വൻകുടൽ ക്യാൻസറാണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സംശയമുണ്ടായാലും അത് സാധാരണ പൈൽസാണെന്ന് കരുതി ട്രീറ്റ്മെന്റ് ചെയ്ത് വരുന്നതാണ്. വൻകുടൽ ക്യാൻസറാണെന്ന് അവർ മനസ്സിലാക്കില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും പൈൽസിനുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു ശ്രദ്ധക്കുറവും കാണിക്കാതെ തന്നെ ഉടനെ അത് ചികിത്സിക്കണം. എല്ലാ വിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ്. വൻകുടൽ ക്യാൻസർ വന്നാൽ ആദ്യം തന്നെ മലം പോകുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. മലം പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഒരു പ്രാവശ്യം മലദ്വാരത്തിൽ വല്ലാത്തൊരു വേദന അനുഭവിക്കുന്നതാണ്. ആഹാരം കഴിച്ചാലും അതവർക്ക് ശരിക്കും ദഹിക്കുന്നതല്ല. എന്ത് കഴിച്ചാലും ഛർദി വരുന്നത് പോലും വൻകുടൽ ക്യാൻസറിനുള്ള ലക്ഷണമാണ്. മലം നീളത്തിൽ പെൻസിൽ പോലെ വരുന്നത് അല്ലെങ്കിൽ റിബൺ പോലെ വരുന്നത്, അത് ശ്രദ്ധിച്ച് നമ്മൾ ജാഗ്രത കാണിക്കണം. മലം കറുപ്പായിട്ട് കണ്ടാൽ അതിനർത്ഥം മലത്തില് രക്തത്തിന്റെ അംശമുണ്ടെന്നാണ്. ഉടനെ ഡോക്ടറെ പോയി കണ്ട് ആവശ്യത്തിനുള്ള ടെസ്റ്റുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ ഉടനെ ശ്രദ്ധിക്കേണ്ടതാണ്. വൻകുടൽ ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വൻകുടൽ കോശങ്ങൾ വളരെ ചെറുതായി പോകാനുള്ള കാരണം എന്തെന്നാൽ ഭക്ഷണരീതി മാറുന്നതാണ്. ഭക്ഷണരീതികൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ വൻകുടൽ ക്യാൻസറിനെ മെല്ലെ ഇല്ലാതാക്കാം. ഏത് രീതിയിലുള്ള ഭക്ഷണം എടുത്താൽ വൻകുടൽ ക്യാൻസർ വരാതെ നമുക്ക് സംരക്ഷിക്കാം? ആദ്യം പോഷകാഹാരങ്ങൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം. പച്ചക്കറികൾ, ചീരകൾ, നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കേണ്ടതാണ്. ഇങ്ങനെ കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കുന്നതാണ്. വൻകുടലിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല. അതിനുശേഷം മൈദ പോലുള്ള ഭക്ഷണം ഒഴിവാക്കണം. വഴിയോരങ്ങളിൽ കാണപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ മുഴുവനായും ഒഴിവാക്കണം. പോഷകങ്ങൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് വൻകുടൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആയുർവേദ വൈദ്യത്തിൽ ഇതിന് ശരിയായ ചികിത്സയുണ്ട്. കുടൽ ക്യാൻസർ ചികിത്സയ്ക്ക് രസായന ചികിത്സയിലൂടെ മികച്ച രീതികൾ കാട്ടിക്കൊടുക്കുന്നു പുനർജൻ ആയുർവേദ. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് കുടൽ ക്യാൻസറിനും പിന്നെ വൻകുടൽ ക്യാൻസറിനുമുള്ള കാരണങ്ങൾ.